ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ കൊഞ്ചാണ്. അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോകാൻ വീഡിയോയിലേക്ക്. അതിന് നമുക്ക് ക്ലീൻ ചെയ്യണം എങ്ങനെയെന്ന് കാണാം. നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. തൊലി ഒലിച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് തന്നെ ഒരു കുടലുണ്ട്. അത് എടുത്ത് കളയണം. അല്ലാന്ന് വെച്ചാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്ത്, അതേപോലെ തന്നെ ഭയങ്കര വലിയ കൊഞ്ചാണെങ്കിൽ അതൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തേപോലെ കുടലൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർക്കണ മസാലയൊക്കെ ശരിക്കും അതിന് പിടിക്കും, അതിനിട്ടണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിൻ്റെ തലഭാഗവും വാലും നമ്മൾ കളയുന്നില്ല, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചാക്കിയിട്ട്. പിന്നെ നല്ല ടേസ്റ്റുമാണ് അത് മുരിഞ്ഞൊക്കെ കഴിയുമ്പോൾ കഴിക്കാനായിട്ടും. ഉൾഭാഗം എല്ലാം കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ ഉൾഭാഗത്തെ കുറച്ച് ഇത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ട മസാലകളാണ് എടുക്കാൻ പോണത്. അതിനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൈമ അതിൻ്റെ മുള്ള് കൊള്ളാണ്ട് നോക്കണം. കാരണം അതിൻ്റെ തലഭാഗത്തുനിന്ന് നമുക്ക് കൈമുള്ള കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു പച്ചിർക്കിൽ എടുത്തിട്ട് നമ്മൾ കുത്തി കൊടുക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ വറുക്കുമ്പോൾ അത് വളഞ്ഞു പോകും. സാധാരണ അങ്ങനെയാണല്ലോ. അപ്പം നമ്മളിത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ കുറച്ച് കോൺഫ്ലവറും കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ചെടുക്കുന്നതിന് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൊഞ്ചുകളെല്ലാം സ്ട്രൈറ്റായിട്ടിരുന്ന് മൊരിഞ്ഞ് വരികയും കേട്ടോ. നന്നായിട്ട് മൊരിയണം. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും മുറിച്ചെടുക്കണം. പിന്നെ ഓവർ കുക്ക് ആവണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ നന്നായിട്ട് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം സൈസ് ഫ്രൈ ആയിക്കതിന് ശേഷം നമുക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ എല്ലാവരും കാണണ്ടല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ ഒക്കെ തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് കാണാം. നമുക്ക് നല്ല നെയ്മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നെയ്മീൻ വറുത്തത് ഉണ്ടായിരുന്നു, പയറ് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൊഞ്ച് വറുത്തതും കുറച്ച് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂട്ടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.